നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ ഇമേജ് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല ധനുഷ്. നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഇതിൽ പങ്കുള്ളതായി സാറിന് തോന്നുന്നുണ്ടോ? ഇല്ല ധനുഷ്, ഇതങ്ങനെ സംഭവിച്ചതല്ല. വേറെ പുറത്തുനിന്ന് സംഭവിച്ചതാ. നമ്മുടെ ടെൻഡർ വിവരം ആ സ്ഥലത്ത് നിന്ന് ചോർന്നതായി എനിക്ക് സംശയമുണ്ട്. സാറിനോടിപ്പോ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് രാത്രി എനിക്ക് സമയം വേണം. നാളെ സാറിന് നല്ലൊരു ന്യൂസ് ഞാൻ തരും. സാർ ഇനി കൂടുതലൊന്നും ചിന്തിച്ചോ മനസ്സ് വിഷമിക്കരുത്. ഞാനിവിടെ ഉള്ളപ്പോ ഇതെന്റെ ഉത്തരവാദിത്വമാണ്. ഹാപ്പി ആയിട്ടിരിക്കണം സാർ. ധനുഷിന്റെ വാക്കുകൾ എനിക്ക് നല്ല ആത്മവിശ്വാസം തരുന്നുണ്ട്. സാർ സമാധാനമായിട്ട് പോയി ഉറങ്ങണം സാർ. ഞാനല്ലേ പറയുന്നത്. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. നീ എവിടെയുണ്ട്? ഓക്കെ, അത്യാവശ്യമായിട്ടൊന്ന് കാണേണ്ട കാര്യമുണ്ട്. ഞാൻ ഗാർഡനിലുണ്ടാവും. ഓക്കെ. നീ എന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? അത്യാവശ്യമുള്ളത് കൊണ്ട്. ദേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിൽ വെച്ചുള്ള നമ്മുടെ കൂടിക്കാഴ്ച അപകടമാണെന്ന്. ആരെങ്കിലും നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ടാ അത് വലിയ പ്രശ്നമാവും. നിനക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ വച്ച് താമസിപ്പിക്കാതെ നിന്നോട് നേരിട്ട് പറയാനല്ലേ ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്. സന്തോഷം തരുന്നാണെങ്കിലും സങ്കടം തരുന്നാണെങ്കിലും നീ വേഗം ഒന്ന് പറ. നെല്ലിശ്ശേരി അസോസിയേറ്റ്സിന്റെ ടെൻഡർ ധനുഷ് അങ്ങ് തൂക്കി. മനസ്സിലായില്ല. സാധാരണ നമ്മൾ ടെൻഡർ വയ്ക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് നിന്നൊരു കൺസീൽ ടെൻഡർ വയ്ക്കാറുണ്ട്. ഇത്തവണത്തെ ടെൻഷനിൽ ഞാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല. നെല്ലിശ്ശേരി സേതുമാധവൻ നാളിതുവരെയുള്ള ബിസിനസ് ജീവിതത്തിൽ ഒരു തരത്തിലും പിന്നിലേക്ക് പോവാതെ വളർത്തിയെടുത്തൊരു സാമ്രാജ്യത്തെയാണ് ഞാൻ എൻ്റെ ഒരു തെറ്റുകൊണ്ട് ഇല്ലാതാക്കിയത്. ഈ വിവരം അച്ഛനറിഞ്ഞ എന്താകുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ ധനുഷ്. ഇതിന്റെ പിന്നിലെ ഞാനെന്ന സൂത്രധാരനെ കണ്ടുപിടിക്കാൻ നെല്ലിശ്ശേരിക്കാര് അവരുടെ സർവ്വസന്നാഹങ്ങൾ ഉപയോഗിച്ചാലും കിട്ടില്ല. ഞാൻ എങ്ങനെ തുടങ്ങണം, ഒരു ബോംബ് പൊട്ടിക്കാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാ ഇങ്ങനൊരു പരിപാടി ഒത്തുകിട്ടിയത്. നീ പോയി നോക്ക്, നിന്റെ ഡമ്മി ഭർത്താവും അവന്റെ തന്തയും അനിയന്മാരിൽ നിന്ന് ഉരുകുന്നത് കാണാം. ഇവിടുത്തെ സർവനാശത്തിന്റെ തുടക്കം ഞാനിന്ന് ഉദ്ഘാടനം ചെയ്തു. ഒപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയും.
എന്നോട് എന്താ കുറച്ചു മുമ്പ് പറഞ്ഞത്? കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ പുറകെ അവൾ എപ്പോഴും കാണും. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ അവളെന്നെ വെച്ചേക്കില്ല. പോണം, ഇവിടുന്ന് പോണം എത്രയും പെട്ടെന്ന്. പോകാം. അതിനുള്ള പണിയല്ലേ ഞാൻ ചെയ്തു തുടങ്ങിയത്. അത് പാതി വഴിയിലിട്ടിട്ട് എങ്ങനെ പോവും? നമ്മുടെ കുഞ്ഞിനെ കൊന്നവരുടെ പതനം മാത്രമല്ല എന്റെ ലക്ഷ്യത്തിലുള്ളത്. ഇനിയുള്ള കാലം നീയും ഞാനും ഇവരുടെ സ്വത്തുകൊണ്ട് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കി ജീവിക്കുന്ന ലക്ഷ്യം എനിക്കുണ്ട്. അതിനി അധികം താമസമൊന്നുമില്ല. ഈ ടെൻഡർ ഞാൻ പിടിച്ചതേ എന്റെ ബിനാമി ഇറക്കിയ. ഇത് മറ്റൊരു കമ്പനിക്ക് മറിച്ചാൽ പോലും കിട്ടുന്നതേ കോടികളാണ്. കോൺട്രാക്ട് തീരുന്നവരെയുള്ള പ്രോഫിറ്റ് വേറെ. പക്ഷേ കളം ഞാനൊന്ന് മാറ്റി ചവിട്ടുക. അത് നിനക്ക് നാളെ മനസ്സിലാവും. നമ്മൾ ഒരുമിച്ച് ഇവിടം വിട്ട് പോകുന്നത് മാത്രം സ്വപ്നം കണ്ട് നീ ഇന്ന് മുതൽ ഉറങ്ങിക്കോ. ഒട്ടും വൈകില്ല, ഞാൻ വൈകിപ്പിക്കില്ല. എനിക്ക് നിന്നിൽ പ്രതീക്ഷകൾ ഏറെയാണ് ധനുഷ്. നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം സാധിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്ക്. പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. നാളെ മുതൽ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെ കാര്യങ്ങളാ. ചെല്ല്, ഗുഡ് നൈറ്റ്. ഈ വീട്ടിൽ നിൽക്കണമെന്ന് ആദ്യം ആഗ്രഹിച്ചു. പക്ഷേ അതിലും ത്രില്ലാണ് ഇവരെ എങ്ങനെയായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.